നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ നാളെ. ഭരണസമിതി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് ഡിസംബർ 28-നും 30-നും. കോൺഗ്രസിന് തനിച്ച് ഭൂരിപക്ഷമുള്ള കട്ടപ്പന നഗരസഭയുടെ ചെയർപേഴ്സൺ ആരാകുമെന്ന ചർച്ച അണിയറയിൽ ചൂടുപിടിക്കുന്നു. ചെയർപേഴ്സൺ സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ച് കേരള കോൺഗ്രസ് ജോസഫ് ബാഗു. കുമളി അതിർത്തിയിൽ വാഹന പരിശോധനയ്ക്കിടെ രേഖകളില്ലാതെ കൊണ്ടുവന്ന 50 ലക്ഷം രൂപ എക്സൈസ് സംഘം പിടികൂടി. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്ന പണം പോലീസിന് കൈമാറി. 200 കടന്ന ജില്ലയിലെ പ്രതിദിന കോവിഡ് രോഗബാധിതരുടെ എണ്ണം. 225 പേർക്ക് പുതിയതായി ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് 5711 പുതിയ രോഗബാധിതർ. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച നടക്കും. ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സമിതികളുടെ അധ്യക്ഷന്മാരെ ഡിസംബർ 28-നും 30-നുമായാണ് തിരഞ്ഞെടുക്കുക. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കും. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഇതേ സമയം സത്യപ്രതിജ്ഞ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നടത്തും. മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ സത്യപ്രതിജ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിൽ തിങ്കളാഴ്ച 11:30-നാണ് നടക്കുക. തെരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗത്തിന് വരണാധികാരി സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മറ്റ് അംഗങ്ങളെ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത അംഗം സത്യപ്രതിജ്ഞയോ ദൃഢപ്രതിജ്ഞയോ ചെയ്യിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞാൽ ഉടൻ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളുടെയും ആദ്യ യോഗം പ്രതിജ്ഞ ചെയ്ത അംഗത്തിന്റെ അധ്യക്ഷതയിൽ ചേരും. മുനിസിപ്പൽ കൌൺസിൽ ചെയർമാൻ തെരഞ്ഞെടുപ്പുകൾ ഡിസംബർ 28-ന് രാവിലെ 11 മണിക്കും വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് അന്ന് തന്നെ ഉച്ചയ്ക്ക് 2 മണിക്കും നടത്തും. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 30-ന് രാവിലെ 11 മണിക്കും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അന്ന് ഉച്ചയ്ക്ക് ശേഷം 2-നും നടത്തും. അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് ഓപ്പൺ ബാലറ്റ് മുഖാന്തരമാണ്. പ്രസിഡന്റ്, ചെയർമാൻ, വൈസ് പ്രസിഡന്റ്, വൈസ് ചെയർമാൻ എന്നീ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കോൺഗ്രസിന് തനിച്ച് ഭൂരിപക്ഷമുള്ള കട്ടപ്പന നഗരസഭയുടെ ചെയർപേഴ്സൺ ആരാകുമെന്ന ചർച്ച അണിയറയിൽ ചൂടുപിടിക്കുന്നു. നഗരസഭ രൂപീകരിച്ച ശേഷമുള്ള പ്രഥമ വനിതാ ചെയർപേഴ്സൺ ആരാകുമെന്ന ആകാംക്ഷയിലാണ് നഗരവാസികളും. സ്ഥാനം സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ ആലോചനകൾ ആരംഭിച്ചിട്ടില്ലെന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും അനൌദ്യോഗികമായി ചർച്ചകൾ തുടങ്ങിയെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. UDF-ന് തിളക്കമാർന്ന വിജയമാണ് കട്ടപ്പന നഗരസഭയിൽ ലഭിച്ചത്. 35-ൽ 22 സീറ്റുകൾ UDF-ന് കിട്ടിയപ്പോൾ കോൺഗ്രസിന് തനിച്ചു തന്നെ 19 സീറ്റുകൾ നേടാനായി. കട്ടപ്പന നഗരസഭയുടെ പ്രഥമ അധ്യക്ഷ ആരായിരിക്കുമെന്ന ചൂടുപിടിച്ച ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. മുൻ ഭരണസമിതിയിലെ UDF-ന്റെ പ്രധാന വനിതാ നേതാക്കളാരും ഇത്തവണയില്ലാത്തതിനാൽ പുതുമുഖങ്ങൾക്ക് തന്നെയാകും നറുക്കുവീഴുക. കല്യാണത്തിന്റെ വാർഡിൽ നിന്നും വിജയിച്ച മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ബീന ജോബിയുടെ പേരാണ് പട്ടികയിൽ മുൻനിരയിലുള്ളത്. 6-ാം വാർഡിൽ നിന്ന് വിജയിച്ച ഷൈനി സണ്ണി ചെറിയാനും പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ഇരുവരും കോൺഗ്രസിലെ I ഗ്രൂപ്പിൽ നിന്നുള്ളവരാണ്. തർക്കമുടലെടുക്കാതെ ചെയർപേഴ്സൺ സ്ഥാന കാലാവധി ഇരു ഗ്രൂപ്പുകളും പങ്കിട്ടെടുത്ത് സമവായത്തിലെത്തുമെന്നും അനൌദ്യോഗിക സൂചനയുണ്ട്. വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് നഗരസഭാ മുൻ ചെയർമാൻമാരായ ജോയി വെട്ടിക്കുഴി, ജോണി കുളമ്പള്ളി എന്നിവരുടെ പേരിനാണ് മുൻഗണന. എന്നാൽ ചെയർമാൻ സ്ഥാനത്തിരുന്നവർ വൈസ് ചെയർമാൻമാരാകുന്നില്ല എന്ന് തീരുമാനിച്ചാൽ കോൺഗ്രസിലെ മറ്റ് സീനിയർ അംഗങ്ങൾക്ക് സാധ്യത തെളിയും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ സ്ഥാനങ്ങൾക്ക് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ തനിച്ച് ഭൂരിപക്ഷമുള്ള കോൺഗ്രസ് ഇത് അംഗീകരിക്കുന്നില്ല. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞാവും സ്ഥാനങ്ങൾ തീരുമാനിക്കാൻ കോൺഗ്രസും UDF-ഉം ഔദ്യോഗിക യോഗം ചേരുക. കുമളി അതിർത്തിയിൽ വാഹന പരിശോധനയ്ക്കിടെ രേഖകളില്ലാതെ കൊണ്ടുവന്ന 50 ലക്ഷം രൂപ എക്സൈസ് സംഘം പിടികൂടി. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്ന പണമാണ് എക്സൈസ് പിടികൂടി പോലീസിന് കൈമാറിയത്. ശനിയാഴ്ച രാത്രി 11 മണിയോടുകൂടി കുമളി അതിർത്തി ചെക്ക് പോസ്റ്റിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് രേഖകളില്ലാതെ കൊണ്ടുവന്ന 50 ലക്ഷം രൂപ പിടികൂടിയത്. 50 ലക്ഷം രൂപയും വാഹനം ഓടിച്ചിരുന്ന തമിഴ്നാട് സ്വദേശി D രാജീവിനെയും ചോദ്യം ചെയ്യുന്നതിനായി പോലീസിന് കൈമാറി. 500-ന്റെ നോട്ടുകെട്ടുകളാണ് ബാഗിൽ നിന്നും കണ്ടെത്തിയത്. കള്ളനോട്ടുകളാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കള്ളനോട്ടല്ലാത്ത പക്ഷം രേഖകൾ ഹാജരാക്കിയാൽ പണം ഉടമയ്ക്ക് തിരികെ നൽകും. രേഖകൾ ഇല്ല എങ്കിൽ പണം സർക്കാരിലേക്ക് കൈമാറും. പരിശോധനയ്ക്ക് കുമളി എക്സൈസ് ഇൻസ്പെക്ടർ ഷൈബു PE, പ്രിവന്റീവ് ഓഫീസർ യൂനസ് EH, വിനോദ് TK, സിവിൽ എക്സൈസ് ഓഫീസർ രഞ്ജിത്ത് കവിദാസ് എന്നിവർ നേതൃത്വം നൽകി. 200 കടന്ന ജില്ലയിലെ പ്രതിദിന കോവിഡ് രോഗബാധിതരുടെ എണ്ണം. 225 പേർക്കാണ് പുതിയതായി ഇന്ന് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് 5711 പുതിയ രോഗബാധിതരാണുള്ളത്.
ഇടുക്കിയിൽ 225 പേർക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചു. 216 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 3 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമെത്തിയ 6 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. നെടുങ്കണ്ടത്ത് 25 പേർക്കും തൊടുപുഴയിൽ 24 പേർക്കും വണ്ടിപ്പെരിയാറിൽ 15 പേർക്കും രോഗബാധയുണ്ടായി. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 97 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 2976 പേരാണ് ജില്ലയിൽ ചികിത്സയിൽ തുടരുന്നത്. സംസ്ഥാനത്ത് 5711 പേർക്കാണ് കോവിഡ്-19 സ്ഥിരീകരിച്ചത്. കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ, 905 പേർ. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ 600-ന് മുകളിൽ ആളുകൾക്ക് രോഗബാധയുണ്ടായി. എറണാകുളത്ത് 591 പേർക്കാണ് പുതിയതായി രോഗം ബാധിച്ചത്. കൊല്ലം, തൃശൂർ എന്നീ ജില്ലകളിൽ 400-നും പത്തനംതിട്ട, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ 300-നും കണ്ണൂർ, ആലപ്പുഴ, പാലക്കാട്, വയനാട് ജില്ലകളിൽ 200-നും മുകളിൽ ആളുകൾക്ക് രോഗബാധയുണ്ടായി. കാസർഗോഡ് 94 പേർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 111 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 5058 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 501 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4471 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 61,604 പേരാണ് രോഗം സ്ഥിരീകരിച്ച ഇനി ചികിത്സയിലുള്ളത്. 6,41,285 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. രാത്രിയുടെ മറവിൽ കർഷകർ നട്ടുവളർത്തിയ കൃഷി വെട്ടിനശിപ്പിക്കുന്ന വനംവകുപ്പിന്റെ നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കണമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി എം.എം. മണി പറഞ്ഞു. കുരിശുപാറയിലെ കർഷക രക്ഷാസമിതിയുടെ രജത ജൂബിലി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കർഷകർക്കെതിരെയുള്ള എല്ലാ നീക്കങ്ങളെയും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കണമെന്നും മന്ത്രി പറഞ്ഞു. രാത്രിയുടെ മറവിൽ കർഷകരുടെ ഭൂമി വെട്ടിപ്പിടിക്കുവാനുള്ള വനം വകുപ്പ് നീക്കം ചെറുത്തു തോൽപ്പിക്കണമെന്ന് വൈദ്യുത വകുപ്പ് മന്ത്രി എം.എം. മണി പറഞ്ഞു. കുരിശുപാറയിൽ 1968 മുൻപ് ഭൂമി കൈവശം വെച്ച് കൃഷിയിറക്കുന്ന കർഷകരുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള വനം വകുപ്പ് നീക്കത്തിനെതിരെ കർഷക രക്ഷാസമിതി സംഘടിപ്പിച്ച രജത ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 68 മുതൽ കൈവശമുള്ള ഭൂമിക്ക് ഇപ്പൊ ഈ ഫോറസ്റ്റുകാർ വന്ന് ഇങ്ങനെ വെട്ടുന്നതും ഈ നിലയിൽ അതിക്രമം നടത്തുന്നതും ഒരു നിലയിലും നമുക്ക് യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ന കാര്യം കർഷകർക്കെതിരെയുള്ള വനംവകുപ്പ് നടപടിക്കെതിരെ നിയമപരമായും സംഘടനാപരമായും നേരിടണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. ശബ്ദം ഉയർത്തി നിങ്ങൾ സംഘടിതമായി നിന്നാൽ തീരുമാനം ഉണ്ടാകും. അതാണ് ഞാനിങ്ങനെ എന്നെ പോലീസുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. എന്ത് കാര്യം? നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ ചെയ്യണം. ആ കാര്യത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. പക്ഷേ ഇത് ചെയ്തിരിക്കുന്ന അന്യായമാണ്. അതുകൊണ്ട് വക്കീലൊരു കാര്യം ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൈക്കോടതിയിൽ വേണ്ട, വേറെ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാൻ പറ്റുന്ന കോടതി എവിടെയാണെന്ന് അവിടെ കേസ് കൊടുത്തിട്ട് കമ്മീഷൻ വെച്ച് നഷ്ടം DFO അടക്കമുള്ളവരുടെ പേരിൽ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കണം. കുരിശുപാറ കോളിക്രോസ് LP സ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ എസ് രാജേന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുവിര, KV ശശി, TK ഷാജി, അഡ്വക്കേറ്റ് ഭവ്യ തുടങ്ങിയവർ സംസാരിച്ചു. തേക്കടി മൂന്നാർ സംസ്ഥാന പാതയിൽ ആമയാറിന് സമീപം റോഡ് അപകടാവസ്ഥയിലായെങ്കിലും അധികൃതർ മൗനം പാലിക്കുകയാണെന്ന ആക്ഷേപം ശക്തമാകുന്നു. റോഡ് തകർന്ന് 5 മാസം പിന്നിട്ടിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ആമയാറിന് സമീപത്തെ എസ് വളവിലാണ് ശക്തമായ മഴയിൽ കൽക്കെട്ട ഇടിഞ്ഞു വീണത്. 100 അടിയോളം നീളത്തിലാണ് കെട്ട് തകർന്നത്. ബാക്കിയുള്ള ഭാഗവും അപകട ഭീഷണി ഉയർത്തി നിൽക്കുകയാണ്. ഈ ഭാഗത്ത് വളവായതിനാൽ വാഹനയാത്രികർ തൊട്ടടുത്തെത്തുമ്പോൾ മാത്രമാണ് അപകടാവസ്ഥ മനസ്സിലാകുന്നത്. കഴിഞ്ഞ പ്രളയകാലത്ത് ഈ ഭാഗം ഇടിഞ്ഞു താഴ്ന്നിരുന്നു. എന്നാൽ പുതുതായി നിർമ്മാണം പൂർത്തിയായി ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും പുതിയ കൽക്കെട്ട് തകരുകയായിരുന്നു. തകർന്ന ഭാഗത്ത് ടാറിംഗ് വീപ്പകൾ വച്ചാണ് സംരക്ഷണ വേലി ഒരുക്കിയിരിക്കുന്നത്. റോഡിന്റെ ഈ അവസ്ഥ മൂലം നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇടിഞ്ഞ ഭാഗത്ത് ടാറിംഗ് വിണ്ടുകീറിയ അവസ്ഥയുമുണ്ട്. വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അവശേഷിക്കുന്ന ഭാഗം കൂടി ഇടിയാൻ സാധ്യതയുണ്ട്. ഒരു വരിയായി മാത്രമാണ് ഇതുവഴി ഗതാഗതം സാധ്യമാകുന്നത്. ഒരു വർഷത്തോളമായി ഇങ്ങനെ കിടക്കുന്നത്. ഒരു വർഷത്തോളമായി അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ആൾക്കാർ യാത്ര ചെയ്യുന്നത് ഈ റൂട്ടിൽ. സമാന രീതിയിൽ ഇടുക്കി മരിയാപുരത്തിന് സമീപം ഇടിഞ്ഞുപോയ റോഡിൽ മുന്നറിയിപ്പ് സംവിധാനമായി സ്ഥാപിച്ചിരുന്ന ടാറിംഗ് വീപ്പയിൽ ബൈക്കിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ യുവാവ് കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ ചക്കുവള്ളം പഞ്ചായത്തിന് സ്വന്തമായി ലഭിച്ചത് 2 ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളെ. വണ്ടൻമേട് ഡിവിഷനിൽ നിന്നും വിജയിച്ച രാരിച്ചൻ നീർണാക്കുന്നേൽ, പാമ്പാടുംപാറ ഡിവിഷനിൽ നിന്നും വിജയിച്ച ജിജി കെ ഫിലിപ്പ് എന്നിവർ അണക്കര സ്വദേശികളാണ്. കൂടാതെ കൗതുകം പകരുന്ന ഏറെ സമാനതകളും ഇവർക്കിടയിലുണ്ട്. വിദ്യാഭ്യാസ കാലം മുതൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന ജിജി കെ ഫിലിപ്പ്, രാരിച്ചൻ നീർണാക്കുന്നിൽ എന്നിവർ സഹപാഠികളാണ്.
CPI പ്രവർത്തകനായ ജിജി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായും കേരള കോൺഗ്രസ് എം പ്രവർത്തകനായ രാരിച്ചൻ UDF സ്ഥാനാർത്ഥിയായും 2005-ലാണ് ആദ്യമായി പരസ്പരം തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടിയത്. അന്ന് വിജയം രാരിച്ചനൊപ്പമായിരുന്നു. പിന്നീട് 2015-ൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ചക്കുവള്ളം ഡിവിഷനിൽ ഇരുവരും മത്സരിച്ചപ്പോൾ GGK ഫിലിപ്പ് വിജയം നേടി. 2020-ൽ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴേക്കും ഇരുവരും ഒരു മുന്നണിയുടെ ഭാഗമായി മാറി. അങ്ങനെ ജില്ലാ പഞ്ചായത്ത് വണ്ടൻമേട് ഡിവിഷനിൽ രാരിച്ചനും പാമ്പാടുംപാറ ഡിവിഷനിൽ GGK ഫിലിപ്പും ഇടതുമുന്നണി സ്ഥാനാർത്ഥികളായി രംഗത്തിറങ്ങി. ഇരുവരും അനായാസം ജയിച്ചു കയറുകയും ചെയ്തു. യാദൃശ്ചികമെങ്കിലും രണ്ടുപേരും വിജയം നേടിയത് UDF-ന് മുൻതൂക്കമുള്ള മേഖലകളിൽ പ്രമുഖ നേതാക്കളെ പരാജയപ്പെടുത്തിയാണ്. ഒരേ മുന്നണിയുടെ ഭാഗമായി ഒരേ ഭരണസമിതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഏറെ സന്തോഷം നൽകുന്നതായി ഇരുവരും പറയുന്നു. എന്നെയും ജിജിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഞങ്ങൾ കളിക്കൂട്ടുകാരായിട്ട് ഒന്നിച്ച് ഒരു സ്കൂളിലാണ് പഠിച്ചത്. 2 വർഷം ഞങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു. എങ്കിലും ആ ഫ്രണ്ട്ഷിപ്പും ആ കുടുംബമായിട്ട് ബന്ധം ഒന്ന് നിലത്തി പോന്നിരുന്നതാണ്. ഞാൻ കേരള കോൺഗ്രസിൻ്റെ പ്രതിയായിട്ട് 2005-ൽ കട്ടപ്പന ബ്ലോക്ക് ഡിവിഷനിൽ ചക്കുവള്ളം ഡിവിഷനിൽ ഞാനും ജിജിയുമായിട്ട് മത്സരിച്ചു. ആദ്യത്തെ ടൈമിൽ ഞാൻ വിജയിച്ചു. രണ്ടാമത് ദൈവനിശ്ചയം എന്ന പോലെ 2015-ൽ ഞാനും ജിജിയുമായിട്ട് മത്സരിച്ചു. ജിജി വിജയിച്ചു. എങ്കിലും ഞങ്ങളുടെ പരസ്പര സ്നേഹവും ആ ബന്ധവും കക്ഷി രാഷ്ട്രീയമതീതമായി തുടർന്ന് പോന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥലത്തെ താമസക്കാരാണെങ്കിലും 2 ഡിവിഷനിൽ, ഞാൻ പാമ്പാടുംപാറ ജില്ലാ ഡിവിഷനിലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ രാരിച്ചൻ വണ്ടൻമേട് ജില്ലാ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുകയും ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരേ വേദിയിൽ ഒരുമിച്ച് ഇനി 5 വർഷക്കാലം ചെലവഴിക്കാനും നാട്ടുകാരെ സേവിക്കാനുള്ളൊരവസരം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അപൂർവമായി വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒരു വിസ്മയമാണ്. ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ചെറുപ്പകാലം മുതൽ അറിയുകയും അതോടൊപ്പം തന്നെ 2 തവണ ഞാനും രാരിച്ചനും തമ്മിൽ 2 മുന്നണിയുടെ ഭാഗമായി നിന്നപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. 2 പേരും ഓരോ തവണ വിജയിക്കുകയും ഓരോ തവണ പരാജയപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ഇതൊരു നല്ലൊരു അവസരമാണ് ഞങ്ങൾക്ക് 2 പേർക്കും 2 പ്രദേശത്തെ നന്നായി സേവിക്കാനും പരസ്പരം ആശയവിനിമയം നടത്താനും കൂടുതൽ ഒത്തിണക്കത്തോടെ, സൗഹൃദത്തോടെ, സ്നേഹത്തോടെ, ഐക്യത്തോടെ പ്രവർത്തിക്കാൻ നന്നായി കഴിയും എന്നുള്ളൊരു വിശ്വാസമാണ്. ഇങ്ങനൊരു അവസരം തന്ന ജനങ്ങൾക്ക് നന്ദി പറയുന്നു. തെരഞ്ഞെടുപ്പിലെ 3-ാം അംഗത്തിൽ ഒരുമിച്ച് ജയിച്ചു കയറിയ GGK ഫിലിപ്പും രാരിച്ചൻ നീർണാക്കുന്നതിലും സാന്ദർഭികമായി ആണെങ്കിലും കഴിഞ്ഞ ദിവസം അണക്കരയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ഒരു കസേര പങ്കിട്ട ദൃശ്യം പ്രവർത്തകർക്ക് കൗതുകമായി മാറി. കഴിഞ്ഞ കാലത്ത് വ്യത്യസ്ത രാഷ്ട്രീയ ചേരികളിൽ പ്രവർത്തിച്ചിരുന്ന സഹപാഠികൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാൻ ലഭിച്ച അവസരം പരമാവധി ജനനന്മയ്ക്കായി വിനിയോഗിക്കുമെന്ന് ഇരുവരും ഉറപ്പു നൽകുകയും ചെയ്യുന്നു. ചരിത്രത്തിലാദ്യമായി BJP വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ ഇടം പിടിച്ചു. ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡ് വാളാർഡി നോർത്തിൽ നിന്നും വിജയിച്ച പെയിന്റിംഗ് തൊഴിലാളിയായ അയ്യപ്പദാസിലൂടെയാണ് BJP ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. കാലങ്ങളായി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ഭരണം ഇടത് വലതു മുന്നണികൾ മാറി മാറി നടത്തുമ്പോഴും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയായ BJPക്ക് ഒരംഗം പോലും പഞ്ചായത്തിൽ ഇല്ലായിരുന്നു. കഴിഞ്ഞ തവണ ഗ്രാമപഞ്ചായത്തിന്റെ 2 വാർഡുകളിൽ BJP 2-ാം സ്ഥാനത്തെത്തി. ഇതെല്ലാം മാറ്റിമറിച്ചാണ് താമര അടയാളത്തിൽ മത്സരിച്ച അയ്യപ്പദാസ് ഗ്രാമപഞ്ചായത്തിലേക്ക് വാളാടി നോർത്ത് വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത്. 62-ാം മൈൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന കാശി വിശ്വനാഥ സേവാ ട്രസ്റ്റ് നടത്തിപ്പുകാരൻ കൂടിയായ അയ്യപ്പദാസ് പെയിന്റിംഗ് തൊഴിലാളിയാണ്. താൻ പ്രതിനിധീകരിക്കുന്ന വാർഡിലെ ജനങ്ങളുടെ ആവശ്യമനുസരിച്ച് അവരിൽ ഒരാളായി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അയ്യപ്പദാസ്. അതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നമ്മുടെ 6-ാം വാർഡിലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു വരുന്ന ആളാണ് ഞാൻ. അതുപോലെ തന്നെ തുടർന്നും എല്ലാ സേവന കാര്യങ്ങൾക്കും മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും. എല്ലാ സേവന പ്രവർത്തനങ്ങളും അർഹമായ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രത്യേക ശ്രദ്ധ ചേർക്കും. പിന്നെ ജാതിമത ഭേദമന്യേ എല്ലാ കാര്യത്തിലും എല്ലാവരും കൂടെ നിൽക്കുമെന്ന് ഞാൻ ഉറപ്പ് ചെയ്തു കൊടുക്കും. വളരെയധികം സന്തോഷമാണ്. ഇത്ര സപ്പോർട്ട് ഉണ്ടാകാൻ ഞാൻ ഒട്ടും പ്രതീക്ഷയല്ലായിരുന്നു. വാർഡിലെ 30% ആളുകളും തോട്ടം തൊഴിലാളികളാണ്. ഇവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളായ റോഡ്, കുടിവെള്ളം തുടങ്ങിയ ഒട്ടനവധി പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. ഇനിയുള്ള 5 വർഷം വികസന പ്രവർത്തനങ്ങൾ മാത്രം മുൻനിർത്തിയാകും തന്റെ പ്രവർത്തനങ്ങളെന്നും അയ്യപ്പദാസ് പറഞ്ഞു. എന്തായാലും BJP വണ്ടിപ്പെരിയാർ ഘടകത്തെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പദാസിലൂടെ ലഭിച്ച വിജയം ചരിത്ര നേട്ടമാണ്. ഹൈറേഞ്ചിലെ ജനകീയ ഹോട്ടലുകൾ ജനങ്ങൾക്ക് ആശ്വാസമാവുകയാണ്. കേരളത്തിൽ ആരും വിശന്നിരിക്കരുത് എന്ന ലക്ഷ്യത്തോടെയാണ് ജനകീയ ഹോട്ടലുകൾ ആരംഭിച്ചത്. ഇവിടെ നിന്നും 20 രൂപയ്ക്ക് ഉച്ചയൂണ് ലഭ്യമാകും.
വിശപ്പ് രഹിത കേരളത്തിന്റെ ഭാഗമായി കുറഞ്ഞ പൈസയ്ക്ക് ഉച്ചയൂണ് നൽകുക എന്ന വലിയ ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കുടുംബശ്രീ ജനകീയ ഹോട്ടൽ സാധാരണക്കാരായ ഗ്രാമീണർക്കും തൊഴിലാളികൾക്കും ആശ്വാസമാവുകയാണ്. 20 രൂപയാണ് ഉച്ചയൂണിന് ഈടാക്കുന്നത്. 25 രൂപയുടെ ഊണ് പാഴ്സലായും നൽകും. വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ഗുണനിലവാരം ഉറപ്പാക്കിയാണ് പാചകം. ഹോട്ടൽ നടത്തുന്ന കുടുംബശ്രീ പ്രവർത്തകർക്ക് ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ പരിശീലനവും നൽകുന്നുണ്ട്. ജനകീയ ഹോട്ടലിന്റെ പ്രസിഡന്റാണ്. ഞങ്ങൾ എല്ലാ ദിവസവും 20 രൂപയ്ക്ക് ഭക്ഷണം ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇനി ഈ കേരളത്തിലാരും വിശന്ന് പോകരുത്. നമ്മുടെ പഞ്ചായത്തിലും 20 രൂപയ്ക്ക് ചോറ് ഉണ്ടാക്കി കൊടുക്കും. രാവിലെ കുറച്ച് ആൾക്കാർക്ക് ചായയും അപ്പം കൊടുക്കുന്നുണ്ട്. ഓർഡർ കിട്ടുവാണെങ്കിൽ അപ്പവും കടലക്കറിയോ വെജിറ്റബിളോ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ചോറും 2-3 കൂട്ടം കറിയും മീൻ സ്പെഷ്യൽ വേണ്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറവാണ്. ഇന്നലെയൊക്കെ 43 പേര് വന്നായിരുന്നു. പരിശീലനത്തിന്റെ ഭാഗമായി അഭേദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് റിസർച്ച് ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എന്ന കുടുംബശ്രീ സംരംഭമാണ് ജനകീയ ഹോട്ടൽ ജീവനക്കാർക്ക് പരിശീലനം നൽകിയത്. ഇടുക്കി ജില്ലാ മിഷൻ കോർഡിനേറ്റർ അജയ്, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ അഭേദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് റിസർച്ച് ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ട്രെയിനിംഗ് കോർഡിനേറ്റർ ദയാശീലനാണ് പരിശീലനത്തിന് ചുമതല വഹിച്ചത്. നെൽകൃഷി പടിയിറങ്ങാത്ത അടിമാലി കുരങ്ങാട്ടി പാടശേഖരത്ത് കൂടുതൽ കർഷകർ വിളവെടുപ്പ് ആരംഭിച്ചു. 5 ഏക്കറോളം പാടത്ത് നെൽകൃഷി ഇറക്കിയ പുളിയമാക്കൽ ജോൺ ബൈനോയുടെ പാടത്തെ കൊയ്ത്തുത്സവം ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ VT സുലോചന ഉദ്ഘാടനം ചെയ്തു. ഹൈറേഞ്ചിൽ നിന്നും നെൽകൃഷി പാടെ പടിയിറങ്ങിയെങ്കിലും ഇപ്പോഴും ഞാറുനടിയിലും കൊയ്ത്തുമെല്ലാം അന്യം നിന്നു പോകാത്ത ഇടങ്ങളിൽ ഒന്നാണ് കുരങ്ങാട്ടി പാടശേഖരം. ആദിവാസി മേഖലയായ കുരങ്ങാട്ടിയിൽ 5 ഏക്കറോളം പാടത്തായിരുന്നു പുളിക്കൽ ജോൺ ബൈനോ നെൽകൃഷി ഇറക്കിയിരിക്കുന്നത്. കതിരുകൾ സ്വർണ്ണനിറം പൂണ്ടതോടെ ജോൺ ബൈനോ ഉൾപ്പെടെയുള്ള കർഷകർ കുരങ്ങാട്ടിയിൽ വിളവെടുപ്പ് ആരംഭിച്ചു. ജോൺ ബൈനോയുടെ പാടത്തെ കൊയ്ത്തുത്സവം ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ VT സുലോചന ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഈ കുരങ്ങാട്ടി അടിമാലി കൃഷിഭവന്റെ കീഴിൽ 3 ഇടങ്ങളിലായിട്ട് വർഷങ്ങളായിട്ട് തരിശായിട്ട് കിടന്ന സ്ഥലങ്ങൾ കൃഷി വകുപ്പ്, മൈനർ ഇറിഗേഷൻ, ഹരിത കേരളം, UNDP ഇങ്ങനെ 4 ഏജൻസികൾ ചേർന്ന് നമ്മളിവിടെ ഈ തരിശായിട്ട് കിടന്ന സ്ഥലങ്ങളിൽ സന്ദർശിക്കുകയും അതിൽ നിന്നും നമുക്ക് കൃഷിക്കാരെ പരമാവധി കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ച് അതിനാവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. കൃഷിവകുപ്പിന്റെയും UNDPയുടെയും ഹരിത കേരള മിഷന്റെയും സഹകരണത്തോടെയായിരുന്നു ജോൺ ബൈനോ ഉൾപ്പെടെയുള്ള കർഷകർ കുരങ്ങാട്ടിയിൽ നെൽകൃഷി ഇറക്കിയിരിക്കുന്നത്. അടിമാലി കൃഷി ഓഫീസർ ഷാജി EK, ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ സെബാസ്റ്റ്യൻ KJ, UNDP പ്രോജക്ട് ഓഫീസർ ടോണി ജോസ്, UNDP ക്ലസ്റ്റർ കോർഡിനേറ്റർ കാർത്തിക S. ഫിലിക്സ് തുടങ്ങിയവർ കൊയ്ത്തു ഉത്സവത്തിൽ പങ്കെടുത്തു. ഹൈറേഞ്ചിൽ പല മേഖലകളിൽ നിന്നും നെൽകൃഷി പാടെ പടിയിറങ്ങിയെങ്കിലും വർഷാവർഷം മുടങ്ങാതെ പാടത്ത് വിത്തിറക്കുന്ന ഒരുപറ്റം കർഷകർ ഇപ്പോഴും കുരങ്ങാട്ടിയിലുണ്ട്. കാട്ടുമൃഗശല്യം ഉൾപ്പെടെയുള്ള പ്രതികൂല ഘടകങ്ങളെ അതിജീവിച്ചാണ് കർഷകർ ഇവിടെ കൃഷിയിറക്കുന്നത്. കട്ടപ്പന വെട്ടിക്കുഴക്കവല വെള്ളയാങ്കുടി റോഡ് തകർന്ന് യാത്ര ദുർഘടമായി. ടൗണിലെ വാഹനത്തിരക്ക് കുറയ്ക്കുന്നതിനായി ഉപയോഗിക്കാവുന്ന ഈ റോഡിനെ ഉത്തരവാദിത്തപ്പെട്ടവർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ആക്ഷേപം. വെള്ളയാങ്കുടിയിൽ നിന്നും വെട്ടിക്കുഴക്കവല, പേഴുങ്കവല, SN ജംഗ്ഷൻ വഴി കട്ടപ്പനയിലെത്തുന്ന ബൈപ്പാസ് റോഡാണ് 1 കിലോമീറ്റർ ദൂരം തകർന്ന അവസ്ഥയിലായിരിക്കുന്നത്. 3 വർഷം മുമ്പ് ടാറിംഗ് കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ റോഡ് പൊളിഞ്ഞത് പ്രദേശവാസികളിൽ പ്രതിഷേധമുയർത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി വീണ്ടും അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ദിവസവും ആയിരക്കണക്കിന് വണ്ടികൾ പോകുന്നൊരു വഴിയാണ്. സ്കൂളുകൾ തുറക്കാൻ പോകുന്നു, വിദ്യാർത്ഥികൾ, പള്ളിയിൽ പോകുന്ന ആളുകൾ, സ്ഥിരമായിട്ടുള്ള യാത്രക്കാർ, ഇവർക്കെല്ലാം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് ഒരു കുഴിയിൽ നിന്ന് മറ്റു കുഴിയിലേക്ക് ചാടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ഈ റോഡ് നന്നാക്കുന്ന എന്ത് പ്രശ്നമാണുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇത് ബൈപ്പാസ് റോഡിന്റെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റു ഭാഗങ്ങളൊക്കെ മെയിൻ്റെനൻസ് നടത്തുകയോ റീടാറിങ്ങോ ചെയ്തിട്ടും ഈ റോഡ് മാത്രം നന്നാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രദ്ധയും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. റോഡ് നിർമ്മാണത്തിലെ അഴിമതി ചൂണ്ടിക്കാട്ടി പരാതിയും നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി 2 വർഷമായി വിജിലൻസ് അന്വേഷണവും നടക്കുകയാണ്. റോഡ് വീതി കൂട്ടി നിർമ്മിച്ച സമയത്ത് വെട്ടിക്കുഴക്കവല ഭാഗത്തുണ്ടായിരുന്ന കലുങ്ക് മൂടിയതായും ആക്ഷേപമുണ്ട്. റോഡിന്റെ ശോച്യാവസ്ഥ മൂലം ബസ്സുകൾ പോലും റൂട്ട് മാറിയാണ് ഓടുന്നത്. വളവുകളിലുള്ള വൻ കുഴികളിൽ ചാടാതിരിക്കാൻ വാഹനം ദിശ മാറ്റുന്നത് മൂലം അപകടം പതിവായിരിക്കുകയാണ്. നിരവധി ബസ്സുകളും സർവീസ് നടത്തുന്ന വഴിക്കാണ് ഈ ദുർഗതി വന്നിരിക്കുന്നത്. കട്ടപ്പന KSRTC ജംഗ്ഷനുള്ള വെള്ളയാങ്കുടി എന്നുള്ള വഴിയാണിത്. കാലങ്ങളായിട്ട്
കാലങ്ങളായിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാരെല്ലാം അഴിമതിയിലൂടെയാണ് ചെയ്യുന്നത്. മുനിസിപ്പാലിറ്റിയിലെ ആൾക്കാരുടെ ഗമയാണോ മറ്റു കാര്യങ്ങൾ അറിയത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ആ ടയറിട്ട കാര്യങ്ങൾ, ടയറുകൾ നമ്മുടെ സുഹൃത്തുക്കളുടെ എല്ലാം വണ്ടി ടയറുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ജംഗ്ഷനിൽ ഇപ്പം വന്ന് ഇന്നൊരു ബൈക്കുകാരൻ വീണു ഇവിടെ. ഇതെല്ലാം നമ്മൾ കാലങ്ങളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ അവഗണന നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം റോഡിന്റെ ചില ഭാഗങ്ങളിൽ കോൺക്രീറ്റ് കട്ടകൾ അശാസ്ത്രീയമായി നിരത്തിയതും യാത്ര കൂടുതൽ ദുഷ്കരമാക്കി. ജനപ്രതിനിധികൾ ഇടപെട്ട റോഡ് ഗതാഗതയോഗ്യമാക്കുവാൻ വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരപരിപാടികളിലേക്ക് നീങ്ങുവാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. CPM വലിയകണ്ടം കോളനി യൂണിറ്റ് യോഗവും ഗ്രൂപ്പ് രൂപീകരണവും നടന്നു. കട്ടപ്പന ഏരിയ കമ്മിറ്റി അംഗം ടോമി ജോർജ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ മേഖലയിലെ നമ്മുടെ പ്രവർത്തനം നമ്മൾ പ്രതീക്ഷിച്ച നിലയിൽ വിജയം നേടാൻ കഴിഞ്ഞില്ല എങ്കിലും നല്ലവരായ നമ്മുടെ പാർട്ടി സഖാക്കൾ എല്ലാവരും നമ്മുടെ സ്ഥാനാർത്ഥിയോടൊപ്പം നിന്ന് ഈ മുന്നണിയുടെ വിജയത്തിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിയെങ്കിലും നമ്മൾ പരാജയപ്പെട്ടു. പരാജയപ്പെട്ടെങ്കിൽ ഉടൻ തന്നെ പ്രവർത്തനം നിർത്തുന്ന ഒരു സംവിധാനമല്ല നമ്മുടെ പാർട്ടിക്ക്. അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് ജനങ്ങളോടൊപ്പം നിന്ന് ആ ജനങ്ങളുടെ പിന്തുണ ആർജിച്ച് അവരുടെ വിശ്വാസം തേടി വീണ്ടും വിജയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ലക്ഷ്യവും നയവും. തെരഞ്ഞെടുപ്പിന് ശേഷം യൂണിറ്റ് തലത്തിലും പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കട്ടപ്പന സുവർണഗിരിയിലെ വലിയകണ്ടം കോളനിയിൽ യോഗവും ഗ്രൂപ്പ് രൂപീകരണവും നടന്നത്. പ്രവർത്തകർ പ്രകടനം നടത്തിയ ശേഷമാണ് യോഗം ആരംഭിച്ചത്. തുടർന്ന് മുതിർന്ന പാർട്ടി പ്രവർത്തകൻ NV ചക്രപാണി പതാക ഉയർത്തി. ജയമല്ല ഇവിടെ മുഖ്യധാര പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ളത്. ജയിച്ചാലും തോറ്റാലും ആ നാട്ടുകാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പൊതുപ്രവർത്തകനായിരിക്കണം കമ്മ്യൂണിസ്റ്റുകാരൻ. അത് തെളിയിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നമുക്ക് ഓരോരുത്തർക്കുമുള്ളത്. അത് തെളിയിക്കേണ്ട ബാധ്യത എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ലോക്കൽ കമ്മിറ്റി അംഗം സണ്ണി പാറക്കണ്ടം, അഡ്വക്കേറ്റ് ബിനു കൈപ്പൻ, ലിജോ വർഗീസ്, ജോസഫ് കാനം, അനീഷ് പാലക്കിത്തൊട്ടിയിൽ, സുരേഷ്, PM ഗണേശൻ തുടങ്ങിയവർ യോഗത്തിന് നേതൃത്വം നൽകി. നിരവധി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. കാൽവരിമൗണ്ട് കട്ടിംഗ് നായരുപാറ ശ്രീ അന്നപൂർണേശ്വരി ഭദ്രകാളി ഗുരുദേവ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. SNDP ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് ഭദ്രദീപം തെളിച്ചു. ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ വെച്ച SNDP യോഗം ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് ഭദ്രദീപ പ്രകാശനം നടത്തിയതോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർച്ചയായ 14-ാം വർഷമാണ് ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം നടത്തുന്നത്. കോവിഡ് കാലഘട്ടമായതിനാൽ ആചാര്യവിധി പ്രകാരം യജ്ഞം ക്ഷേത്ര ചടങ്ങുകൾ മാത്രമായി നിജപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാ പരിപാവനതയും കാത്തു സൂക്ഷിക്കുമ്പോഴും വ്യക്തിപരമായ അകലവും എല്ലാ തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ നടത്തണം. ഗുരുവായൂർ അമ്പലം വീണ്ടും നടയടക്കേണ്ടി വന്ന സാഹചര്യം പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്കറിയാം. ലോകത്തിന്റെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ശ്രീകോവിലായ ശബരിമല പൊന്നയ്യപ്പന്റെ തിരുനടയിലെ 18-ാം പടി കയറുന്നതിനും പൂങ്കാവനത്തിൽ ചെല്ലുന്നതിനും പൊന്നമ്പലത്തിൽ ചെല്ലുന്നതിനും ഭഗവാനെ തൊഴുന്നതിനും ആളുകളുടെ എണ്ണത്തിൽ ലോകത്താദ്യമായി ക്രമീകരണങ്ങൾ വരുത്തിക്കുക. ഇന്നലെ വരെ 1000 ആയിരുന്നു, നാളെ മുതൽ 5000 മുതലാണെന്ന്. ഞാനൊക്കെ ഇഷ്ടവും താല്പര്യവും ഭക്തിയും വിശ്വാസവും കൊണ്ട് എല്ലാ വർഷവും ശബരിമലയ്ക്ക് പോകാറുണ്ട്. ഇവിടെ ഇരിക്കുന്ന അമ്മമാരെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരാളെ ശബരിമലയ്ക്ക് പോയില്ലെങ്കിലും എത്ര അയ്യപ്പന്മാരെ നിങ്ങളൊക്കെ തെരുവിലും റോട്ടിലും നമ്മൾ പാതയോരങ്ങളിലും കണ്ടിട്ടുണ്ട്. ഒരാളെയെങ്കിലും ഈ വർഷം കാണാൻ പറ്റിയോ? ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കുമാരൻ തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. യൂണിയൻ പ്രസിഡന്റ് P. രാജൻ മുഖ്യ പ്രഭാഷണം നടത്തി. യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് ബിനീഷ് കോട്ടൂർ, യജ്ഞാചാര്യൻ ജഗന്നാഥ വർമ്മ പുലിയന്നൂർ, യജ്ഞ പൗരാണികരായ അഭിലാഷ് മാറാട്, പത്മന രാജേന്ദ്രൻ എന്നിവരാണ് യജ്ഞത്തിന് നേതൃത്വം നൽകുന്നത്. 26-ാം തീയതി ശനിയാഴ്ച ഭാഗവത സപ്താഹയജ്ഞം സമാപിക്കുമെന്ന് ശാഖായോഗം പ്രസിഡന്റ് സുരേഷ് ചീങ്കല്ലേൽ, സെക്രട്ടറി വിനോദ് പാറക്കൽ എന്നിവർ അറിയിച്ചു. ഉപ്പുതറ കോട്ടേസ്പടി കാക്കത്തോട് റോഡിൽ ഇരുവശങ്ങളിലുമായി വളർന്നു നിന്നിരുന്ന കാടുകൾ കളനാശിനി തെളിച്ച് വൃത്തിയാക്കി. ഇഴജന്തുക്കളുടെ താവളമായിരുന്ന കാടുകളാണ് പ്രദേശവാസികൾ വൃത്തിയാക്കിയത്.
ഉപ്പുതറ, കോട്ടേഴ്സ്പടി, കാക്കത്തോട് റോഡിന്റെ ഇരുവശങ്ങളിലുമായാണ് വൻതോതിൽ കാട് വളർന്നു നിന്നിരുന്നത്. കൊച്ചുകുട്ടികൾ മുതൽ നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന വഴിയിൽ കാട് വളർന്നു നിൽക്കുന്നത് വലിയ അപകടക്കെണി ഒരുക്കിയിരുന്നു. കാടുകൾ ഇഴജന്തുക്കളുടെയും കാട്ടുപന്നികളുടെയും താവളമായിരുന്നു. നിരവധി തവണ വിഷീണത്തിൽപ്പെട്ട ഇഴജന്തുക്കളുടെ സാന്നിധ്യം ഇവിടെ കണ്ടത് പ്രദേശവാസികളിൽ ആശങ്ക ഉളവാക്കി. തുടർന്നാണ് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ കളനാശിനി അടിച്ച് റോഡിലെ കാടുകൾ നശിപ്പിച്ചത്. ത്രിതല പഞ്ചായത്ത് അധികാരികൾ യാതൊരു നടപടി സ്വീകരിക്കാതെ മൂലം 3 മാസങ്ങൾക്ക് മുമ്പ് നാട്ടുകാർ സമാധാനമായി റോഡിന്റെ ഇരുവശത്തെയും പളകൾ വെട്ടിത്തെളിച്ച് ഗതാഗതയോഗ്യം ആക്കിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും പള്ളം വർദ്ധിച്ചപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നാട്ടുകാർ എല്ലാവരും പിരിവിട്ട് തന്നെ പൈസ എടുത്ത് റോഡിൽ ഇരുവശം കളനാശിനി അടിച്ച് പള്ളം മാറ്റിയാണ്. കാരണം ഇഴജന്തുക്കളുടെ ശല്യം ഭയങ്കരമാണ്. സ്കൂൾ തുറക്കുന്നില്ലെങ്കിൽ പോലും കൊച്ചുകുട്ടികൾക്കും മറ്റും ഇഴജന്തുക്കളുടെ അക്രമം ഉണ്ടാകുന്നതാണ് ഞങ്ങൾ ഈ നടപടിയായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. കാട്ടുപന്നി പിന്നെ ഇഷ്ടംപോലെ വന്യജീവികളുണ്ട്. വീടിന് തൊട്ട് 1 കിലോമീറ്റർ അടുത്താണ് നമ്മുടെ സോഷ്യൽ ഫോറസ്റ്റ് തുടങ്ങുന്നത്. 2 കിലോമീറ്ററോളം ദൂരമാണ് റോഡിൽ വലിയ തോതിൽ കാട് വളർന്ന് നിന്നിരുന്നത്. 20ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡിലെ കാടുകളാണ് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കിയത്. ഇടുക്കിയുടെ മനോഹാരിത വീണ്ടും അഭ്രപാളികളിലേക്ക്. സുരേഷ് പടിയത്ത്, അക്ബർ ജലീൽ എന്നീ നവാഗതരായ 2 യുവാക്കൾ സംവിധാനം ചെയ്യുന്ന ടിയാൻ എന്ന തമിഴ് സിനിമയുടെ ചിത്രീകരണം ഇടുക്കി വെള്ളാപ്പാറയിൽ ആരംഭിച്ചു. കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചുകൊണ്ട് പുതിയൊരു തമിഴ് ചലച്ചിത്രത്തിന്റെ ചിത്രീകരണം ഇടുക്കിയിൽ ആരംഭിച്ചു. വാഗേരി ഫിലിംസിന്റെ ബാനറിൽ സജേഷ് വാഗേരി, ഷൈൻ രവികുമാർ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന പുതിയ തമിഴ് ചിത്രമാണ് ടിയാൻ. ഈ ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾ ഇടുക്കി വെള്ളാപ്പാറയിൽ നടന്നു. നിർമ്മാതാക്കളിൽ ഒരാളായ സജേഷ് വാഗേരി മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ടിയാനിൽ പുതുമുഖ താരം അപർണയാണ് നായിക. കഥ, തിരക്കഥ എന്നിവ ഒരുക്കുന്നതും സംവിധായകരിൽ ഒരാളായ സുരേഷ് പാടിയത്താണ്. നന്ദു, ധന്യാവർഷിണി, ശ്രീലക്ഷ്മി തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ. ഇതിന്റെ പശ്ചാത്തലം ഒരു ഇടുക്കി തെരഞ്ഞെടുത്ത ലൊക്കേഷനായിട്ട് കേരളത്തിൽ ഇടുക്കി തെരഞ്ഞെടുത്തത്. ഇതിന്റെ സബ്ജക്റ്റ് ഒരു സൈക്കോ ത്രില്ലർ സബ്ജക്റ്റാണ്. കാട് ബേസ് ചെയ്ത്, ഫോറസ്റ്റ് ബേസ് ചെയ്തുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇടുക്കി ലൊക്കേഷനായിട്ട് തിരഞ്ഞെടുത്തത്. ഇടുക്കി തന്നെയാണ് നമ്മളെ ചെറുതോണി ഭാഗങ്ങളിൽ നമ്മളെ ഷൂട്ട് മൊത്തം പ്ലാൻ ചെയ്തിട്ടുണ്ട്. 10-14 ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരെ പുസ്തകം ചെയ്തിട്ടുള്ള ഒരു അദ്ദേഹം പറഞ്ഞല്ലോ, അത് തന്നെയാണ് അതാണ് നമ്മളെ ലൊക്കേഷൻ. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പുറത്തേക്ക് കാണുന്ന ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല. ചിത്രത്തിന്റെ പൂജയ്ക്ക് ശേഷം ഇടുക്കി സർക്കിൾ ഇൻസ്പെക്ടർ JNB ഭദ്രദീപം തെളിയിച്ചു. തമ്പി വർഗീസ് നിർമ്മാണ ചുമതല വഹിക്കുന്ന ടിയാന്റെ ചിത്രീകരണം മണിയാറൻകുടി, വാഴത്തോപ്പ്, പാൽക്കുളമേട്, കാൽവരി മൗണ്ട് ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് നടക്കുന്നത്. ഇടുക്കി 800 ചാരിറ്റി ക്ലബിന്റെ 2ാമത് മീറ്റം ഉപ്പുതറ വളകോട് ഒറ്റമരം പാറയിൽ നടന്നു. പരസ്പര സഹായവും രക്തദാന ക്ലബ്ബും അപകടങ്ങളിൽ എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തുക എന്നിവയാണ് ഈ കൂട്ടായ്മ ലക്ഷ്യം വെക്കുന്നത്. കട്ടപ്പന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന 800 കൂട്ടായ്മയുടെ പ്രസിഡന്റ് ഫരത് മോഹൻ, സെക്രട്ടറി സന്ദീപ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. ഗിരീഷിന്റെ മനസ്സ് നിറയെ സംഗീതമാണ്. ഇനി അവസരങ്ങൾ ഉണ്ടാവണം. ഒരു കൊച്ചു വീട് പണിയണം. വയോധികയായ അമ്മയെ പൊന്നുപോലെ നോക്കാൻ വരുമാനമാർഗം കണ്ടെത്തണം. സംഗീതം നല്ലൊരു ജീവിതം നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഭിന്നശേഷിക്കാരനായ യുവാവ്. നേർക്കാഴ്ചയിലേക്ക്. നീ പെയ്യുമോ ഇന്നിവളെ, നീ മൂടുമോ വെൺപനിമതിവളിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിളറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ. നെടുങ്കണ്ടം മുണ്ടിയരുമയിലെ വാടക വീട്ടിലിരുന്ന ഗിരീഷ് പാടുന്നത് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടാണ്. സംഗീതം തനിക്ക് അവസരങ്ങൾ നൽകുമെന്ന് ഈ യുവാവ് വിശ്വസിക്കുന്നു. ചെറുപ്പകാലത്തുണ്ടായ കുടുംബ പ്രശ്നങ്ങളാണ് പുതിയെടുത്ത പുത്തൻ വീട്ടിൽ ഗിരീഷിന്റെ ജീവിതം മാറ്റിമറിച്ചത്. 5ാം വയസ്സിൽ പിതാവ് കുടുംബത്തെ ഉപേക്ഷിച്ചു. നിരവധി പ്രതിസന്ധികൾ അക്കാലഘട്ടത്തിൽ കുടുംബത്തിന് നേരിടേണ്ടി വന്നു. പാഠഭാഗങ്ങൾ ഓർത്തുവയ്ക്കുവാൻ ഗിരീഷിന് സാധിക്കുമായിരുന്നില്ല. ഇക്കാരണത്താൽ പഠനത്തിൽ ശോഭിക്കാനായില്ല. കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭിന്നശേഷിയുള്ള കുട്ടികളെ പരിശീലിപ്പിച്ചിരുന്ന അധ്യാപകരാണ് ഗിരീഷിലെ പാട്ടുകാരനെ കണ്ടെത്തിയത്.
സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ഏകദേശം 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഗിരീഷിന്റെ ഈ കഴിവ് ടീച്ചേഴ്സ് കണ്ടെത്തിയത്. അന്നു മുതൽ ഗിരീഷിനെ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ മ്യൂസിക് ടീച്ചറായ ശാന്തകുമാരി ടീച്ചർ വളരെയധികം നാളിവനെ പാട്ട് പഠിപ്പിച്ചു. ഗ്രൂപ്പ് സോങ്ങിനും ദേശഭക്തി ഗാനത്തിന് ലളിത ഗാനത്തിന് എല്ലാം സ്കൂളിൽ നിന്ന് ഇവനെ വളരെയധികം പ്രോത്സാഹനം. നെടുങ്കണ്ടം BRCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ ഗിരീഷിന് പാടാൻ അവസരം നൽകാറുണ്ട്. ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിനായി നടത്തുന്ന പരിപാടികളിൽ പ്രത്യേകമായി ക്ഷണിക്കും. കഴിഞ്ഞ 20 വർഷത്തോളമായി വാടക വീടുകളിലാണ് ഗിരീഷും മാതാവ് ലതികയും കഴിയുന്നത്. വയോധികയായ മാതാവ് തൊഴിലുറപ്പ് ജോലികൾക്ക് പോകുന്നതാണ് കുടുംബത്തിന്റെ ഏക വരുമാനം. തുച്ഛമായ വരുമാനത്തിൽ നിന്നും മാസം 750 രൂപ വാടകയ്ക്കായി മാറ്റണം. നിരവധി തവണ പഞ്ചായത്തിൽ വീടിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. രാമക്കൽമേട് ബാലൻപിള്ള സിറ്റിക്ക് സമീപം അല്പം ഭൂമി ഇവർക്കുണ്ടെങ്കിലും ഇത് വീട് നിർമ്മിക്കുന്നതിന് അനുയോജ്യമല്ല. വഴിയോ വെള്ള സൗകര്യമോ ഇവിടെയില്ല. 20 വർഷം കൊണ്ട് ഈ വാടകയ്ക്കുള്ള ജീവിതം വെച്ചിട്ട് ഇപ്പൊ 2-3 വർഷം ആയിട്ടുണ്ട്. അതായി ഒന്നുമില്ല. മരുഭൂമി പോലെ കാടും പിടിച്ചൊരിച്ചിരി ശകലം സ്ഥലം അവിടെ കിടപ്പുണ്ട്. അതേ ഉള്ളൂ. പാടാൻ അവസരങ്ങൾ ലഭിച്ചാൽ സ്വന്തമായൊരു വീടെന്ന സ്വപ്നം സാധ്യമാകുമെന്നാണ് ഗിരീഷിന്റെ പ്രതീക്ഷ. വയോധികയായ അമ്മയെ ജോലിക്ക് അയക്കാതെ പരിചരിക്കാനാവശ്യമായ വരുമാനം പാട്ട് നൽകുമെന്ന് ഈ യുവാവ് കരുതുന്നു. എനിക്ക് പാട്ടുകാരനാവുന്നതിനാണ് എന്റെ താല്പര്യം. മ്യൂസിക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് ആഗ്രഹം. സമൂഹ മാധ്യമങ്ങളിൽ ഈ യുവാവിന്റെ പാട്ടുകൾ വൈറലാണ്. മികച്ച പിന്തുണയുമായി സുഹൃത്തുക്കൾ ഗിരീഷിനൊപ്പമുണ്ട്. അവസരങ്ങൾ തന്നെ തേടിയെത്തുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഗിരീഷ്. മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തേടി നടന്നൊരു ജപസന്ധി അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കളിച്ചിരിയും കഥകളുമാ കുസുതികൾ തന്നെ മധുരവുമാ ഒരമ്മക്കിളിയും 2 മൽക്കുരുന്നും മാറിവിൽ കൂടലെത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ നാളെ. ഭരണസമിതി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് ഡിസംബർ 28-നും 30-നും. കോൺഗ്രസിന് തനിച്ച് ഭൂരിപക്ഷമുള്ള കട്ടപ്പന നഗരസഭയുടെ ചെയർപേഴ്സൺ ആരാകുമെന്ന ചർച്ച അണിയറയിൽ ചൂടുപിടിക്കുന്നു. ചെയർപേഴ്സൺ സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ച് കേരള കോൺഗ്രസ് ജോസഫ് ബാഗു. കുമളി അതിർത്തിയിൽ വാഹന പരിശോധനയ്ക്കിടെ രേഖകളില്ലാതെ കൊണ്ടുവന്ന 50 ലക്ഷം രൂപ എക്സൈസ് സംഘം പിടികൂടി. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്ന പണം പോലീസിന് കൈമാറി. 200 കടന്ന ജില്ലയിലെ പ്രതിദിന കോവിഡ് രോഗബാധിതരുടെ എണ്ണം. 225 പേർക്ക് പുതിയതായി ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് 5711 പുതിയ രോഗബാധിതർ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.